ഹായ് ഓൾ, ലോജിക് ലോഞ്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ അതിഥികളായി വന്നിട്ടുള്ളത് ലോജിക്കിൽ 2012 ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് പഠിച്ച് പാസ്സായ CA കപ്പിളാണ്. CA ആനന്ദ്, CA അഞ്ജന. ലോജിക്കിൽ നിന്നായിരുന്നു എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ലോജിക്കിൽ നിന്നായിരുന്നു. എറണാകുളത്ത് വന്ന് അന്വേഷിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും ലോജിക്ക് തന്നെയായിരുന്നു ഓപ്ഷൻ. CA എന്നുള്ളൊരു വേഗ് ഐഡിയ അല്ലാതെ ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ്, ഇതിന്റെ പാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ്, അതൊന്നും നമുക്ക് അറിയില്ല. അതിലോട്ട് നമ്മൾ ഡീറ്റെയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ ലോജിക്കിന്റെ ആ ഒരു നമ്മളെ പഠിപ്പിക്കുന്ന മെത്തേഡ്സും റെഗുലർ ആയിട്ടുള്ള എക്സാംസും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് സ്റ്റഡി ഹോൾ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഹോളിഡേയ്സിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ 100% ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ലോജിക്കിൽ നിന്ന് തന്നെയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ജോബ് ആക്ച്വലി ലോജിക്കിന്റെ തന്നെ കരിയർ പ്ലേസ്മെന്റ് വഴി കിട്ടിയ ജോബാണ്. ഞാൻ 2020 എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടുന്നത്. നാഷ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടെ അസോസിയേറ്റ് ടാക്സ് ആൻഡ് അഡ്വൈസറി ആയിട്ടായിരുന്നു. ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ പാസ്സായിരിക്കും. അത് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി പോവാതെ നമ്മൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ CA ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഹായ്, ലോജിക്കിൽ ജോയിൻ ചെയ്തതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ 12th പാസ് ഔട്ടാണ് 2011-12 ടൈമിലാണ്. സോ ആ ടൈമിൽ ഞങ്ങൾ ഓൾറെഡി ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു CAക്ക് തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ളത്. ആ ടൈമിൽ എറണാകുളത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഡെവലപ്പ് ചെയ്ത് വന്ന സമയമായിരുന്നു. സോ അന്ന് തന്നെ മുൻപന്തിയിൽ നിൽക്കുന്നത് ലോജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരുന്നു. സോ അവരുടെ റിസൾട്ട്സും കാര്യങ്ങളും എല്ലാം നോക്കിയപ്പോൾ ഞങ്ങൾക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹോം ടൗൺ കോട്ടയത്തായിരുന്നു. അപ്പോൾ ഞാൻ എറണാകുളത്ത് CA പഠിക്കാം എന്ന് വിചാരിച്ചാണ് ഇരുന്നിരുന്നത്. അപ്പോൾ എറണാകുളത്ത് വന്ന് അന്വേഷിച്ചപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവരും ലോജിക്ക് തന്നെയായിരുന്നു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ലോജിക്കിൽ പോയി, ഞാനും എൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. ലോജിക്കിൽ പോയി അന്വേഷിച്ചു, കുറച്ച് ഫാക്കൽറ്റീസിനൊക്കെ കണ്ടു. അവരിതിലൂടെ കംഫർട്ടബിൾ ആക്കി. കാരണം നമ്മൾ പുതിയ സബ്ജക്ട്സ് ആണല്ലോ എല്ലാം പഠിക്കാൻ പോകുന്നത്. അവരിതിലൂടെ എല്ലാം നന്നായിട്ട് കംഫർട്ടബിൾ ആക്കി. പിന്നെ നമ്മൾ ഉറപ്പിച്ചു ലോജിക്ക് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ ചേർന്നു, ഹോസ്റ്റലൊക്കെ എടുത്തു, സെറ്റാക്കി. ഓക്കെ, ആ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളെ പഠിപ്പിച്ച സമയത്ത് ഉണ്ടായിരുന്ന ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ മെന്റേഴ്സ്, അവരെ കുറിച്ചൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറീസ് അവരെ കുറിച്ച് പറയാനുണ്ടോ? അവരെക്കുറിച്ച് ഓർത്തിരിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ കോൺടാക്റ്റും ഉണ്ട്. അവരുമായിട്ട് മിക്കവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ട കുറേ പേരെന്ന് പറയുന്നത് ആ ടൈമിൽ ഞങ്ങളെ ഗൈഡ് ചെയ്തിരുന്നതും ഞങ്ങളെ മെൻറ്റർ ചെയ്തിരുന്നതും ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നതും ആക്ച്വലി സന്തോഷ് സാർ ഉണ്ടായിരുന്നു, പ്രദീപ് മൈപ്പള്ളി സാർ എന്നൊരു സാർ ഉണ്ടായിരുന്നു, ഗോപാൽ സാർ എന്നൊരു സാർ ഉണ്ടായിരുന്നു, ഹേമ മിസ് ഉണ്ടായിരുന്നു, പ്രദീപ് കുമാർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഗൈഡൻസിലാണ് ആക്ച്വലി ഞങ്ങളവിടെ പഠിച്ച് ഞങ്ങൾക്ക് ഈ ഒരു CA ഫീൽഡ് ക്ലിയർ ചെയ്യാൻ പറ്റിയത് ഇവരുടെ ഗൈഡൻസ് കൊണ്ട് തന്നെയാണ്. കാരണം സബ്ജക്ട്സ് ഒക്കെ നമുക്കെല്ലാം ന്യൂ ആയിരുന്നു. ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിനോടൊക്കെ ഇത്തിരി ഇൻട്രസ്റ്റ് വരുത്തിയ നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഗുരുക്കളാണ് ഇവരൊക്കെ. അപ്പോൾ അവരെ എന്തായാലും മറക്കാൻ പറ്റില്ല. ഓക്കെ, ലോജിക്കിൽ ഇപ്പം പഠനത്തിന്റെ സമയങ്ങളിലാണല്ലോ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്. ആ ഒരു ജേണി ഒന്ന് പറയാവോ? എങ്ങനെയാണ് കപ്പിളായത്? കപ്പിളായത് കുറേ കഴിഞ്ഞിട്ടാണ്. നമ്മൾ ലോജിക്ക് പഠിക്കുമ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർട്ടിക്കിൾഷിപ്പൊക്കെ ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്ത് തന്നെയാണ് ചെയ്തത്. അപ്പം അങ്ങനെ കണ്ട് അവസാനം വിചാരിച്ചു ഓക്കെ ലോജിക്കിൽ നിന്നായിരുന്നു എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ലോജിക്കിൽ നിന്നായിരുന്നു. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞത് 2021. സോ ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാത്തിൻ്റെയും ബഡ്ഡിങ് സ്റ്റേജ് അവിടെ നിന്നായിരുന്നു. 2021 കൊറോണയുടെ സമയത്താണെങ്കിൽ കൂടെ ലോജിക്കിലെ ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിളിച്ചിട്ടാണെങ്കിലും സന്തോഷ് സാറും ഗോപാൽ സാറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എക്സാം പ്രിപ്പറേഷൻ ഒക്കെ ആ ടൈമിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ ടഫ് ആയിരുന്നു? കുറേ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഫേസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു? നമ്മൾ മെയിൻലി ഇന്റർ അവിടെ പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് അറിയില്ല എന്താണ് ഈ കോഴ്സ്. CA എന്നുള്ളൊരു വേഗ് ഐഡിയ അല്ലാതെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, ഇതിൻ്റെ പാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ്, അതൊന്നും നമുക്ക് അറിയില്ല. അതിലോട്ട് നമ്മൾ ഡീറ്റെയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ ലോജിക്കിൻ്റെ ആ ഒരു നമ്മളെ പഠിപ്പിക്കുന്ന മെത്തേഡ്സും റെഗുലർ ആയിട്ടുള്ള എക്സാംസും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് സ്റ്റഡി ഹോൾ ഉണ്ടായിരുന്നു ആ ടൈമിൽ. സോ ഞങ്ങളിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഹോളിഡേയ്സിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ 100% ആ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ലോജിക്കിൽ നിന്ന് തന്നെയായിരുന്നു. സോ ആ ഒരു സ്റ്റഡി ഹോൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അന്ന് ക്ലിയർ ആവാനായിട്ട്. ആ സ്റ്റഡി ഹോളിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഫാക്കൽറ്റീസും നമുക്കവിടെ മെൻറ്ററായിട്ട് ഉണ്ടാവുമായിരുന്നു. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം ക്ലിയർ ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളതുകൊണ്ട് നമുക്ക് പിന്നെയും പഠിക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് വരും. ഇങ്ങനെ ഒറ്റയ്ക്കായിട്ട് ഓരോ റൂമിൽ പോയി ഇരിക്കാണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ നല്ല എൻജോയ് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. പഠിച്ചിറങ്ങിയതിന് ശേഷം ഉള്ള ആ ഒരു ഫസ്റ്റ് ജോബിലേക്കുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം ആക്ച്വലി സന്തോഷ് സാറായിട്ട് നല്ല കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ജോബ് ആക്ച്വലി ലോജിക്കിൻ്റെ തന്നെ കരിയർ പ്ലേസ്മെൻറ്റ് വഴി കിട്ടിയ ജോബാണ്. ഞാൻ 2020
എനിക്ക് ഫസ്റ്റ് ജോബ് കിട്ടുന്നത്. നാഷ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടെ അസോസിയേറ്റ് ടാക്സ് ആൻഡ് അഡ്വൈസറി ആയിട്ടായിരുന്നു. അതും സന്തോഷ് സാറിൻ്റെയും ലോജിക്കിൻ്റെതായിട്ടുള്ള കരിയർ ഗൈഡൻസും കിട്ടിയ ഒരു ജോലിയാണ്. അത് കഴിഞ്ഞിട്ട് 2023 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റാണ് ഞാൻ സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങിയത്. ഞാൻ CA പാസ് കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ജോബ് ഡെലോയിറ്റിലാണ്. അസോസിയേറ്റ് സൊല്യൂഷൻ അഡ്വൈസറായിട്ട് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഒരുമിച്ച് CA ഫേം കൊച്ചിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നു. ഓക്കെ. CA പഠിച്ചു, ഇത്രയും ജേർണി കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ പാസ്സായി, ഇപ്പൊ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയുടെ അടുത്ത്, അതായത് ഇനി വരാൻ പോകുന്ന CA പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് എന്താണ് നിങ്ങൾക്കൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത്? ഏറ്റവും വലിയൊരു അഡ്വൈസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ ഇരിക്കുക. പ്രത്യേകിച്ച് CA കോഴ്സാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. 12th കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു BCom കഴിഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ചിലപ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടാവും, ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് ലേൺ ചെയ്യുക കൂടുതൽ. അതിനെ മനസ്സിലോട്ട് എടുക്കാതെ അതിൽ നിന്നുള്ള മിസ്റ്റേക്സ് ലേൺ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരിക്കലും കൈവിടാതിരിക്കുക. കാരണം 12th വരെ നമുക്ക് അങ്ങനെ ഫെയിലിയേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നമ്മൾ പാസ്സാവും. അധികം പഠിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിയും പാസ്സാവും. BCom ആണെങ്കിലും പാസ്സാവും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ CAക്ക് ജോയിൻ ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് ഫെയിലിയേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി പിന്നെ ഏറ്റവും അവസാനം അത് പാസ്സാവുന്ന വരെ ഈ സ്ട്രീമിൽ തന്നെ നിൽക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ പാസ്സായിരിക്കും. അത് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോവാതെ നമ്മൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ CA ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. വേണം എന്ന് പറഞ്ഞ അവസാനം വരെ ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പാസ്സായിരിക്കും. അതിന് നല്ല എക്സാമ്പിൾസ് ആണല്ലേ. ഞങ്ങൾ ആക്ച്വലി പാസ്സായതും ഒരുമിച്ചായിരുന്നു. ഒരു ദിവസമാണ് ഞങ്ങൾ പാസ്സായത്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് 4 ദിവസം മുമ്പായിരുന്നു റിസൾട്ട്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പാസ്സായത്. ഗ്രേറ്റ്, അത് അടിപൊളി. ഇത് ലോജിക്കിൻ്റെ 20ാമത്തെ വാർഷികത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഇനിയും ഒരുപാട് കുട്ടികൾ പഠിച്ച് അവരെല്ലാം നല്ല നിലയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ലോജിക്ക് തന്നെയായിരുന്നു. അവരിപ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഈവൻ ബെറ്റർ ആയിട്ട് മുന്നോട്ട് പോകുന്നു. സ്റ്റുഡൻസിനെ ഫോർ ദ ഒരു ഫ്യൂച്ചർ വേൾഡിലോട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു പ്രൊഫഷണൽ വേൾഡിലോട്ട് അവർ മോൾഡ് ചെയ്തെടുക്കണു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് ഇനിയും ഒരുപാട് വർഷങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പം നമുക്കും എന്തെങ്കിലും ഇപ്പോഴും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സാറായിട്ട് കോൺടാക്ട് ചെയ്യും. സാർ അതിനുള്ള ഹെൽപ്പും അതിനുള്ള ഗൈഡൻസും അതിനുള്ള കോൺടാക്ട്സും തരും. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ആ ടീച്ചർ സ്റ്റുഡൻ്റ് എന്നുള്ള ബന്ധം നമുക്ക് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 20 years ആയതിൽ വളരെ സന്തോഷമുണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ലോജിക് ടീം. ഇന്നിവിടെ ഞങ്ങളോട് പങ്കുവച്ച എല്ലാ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഭാവിയിലേക്കുള്ള കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കട്ടെ. താങ്ക് യു.